നമുക്കിന്ന് എണ്ണ കാച്ചുന്നത് ഇടാം. അത് പെൺകുട്ടികൾക്കെല്ലാം മുടി ധാരാളം വേണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ കാരണന്മാരായിട്ട് കാണിച്ചു തന്ന പഴയ കുറേ കാര്യങ്ങൾ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എണ്ണ കാച്ചിയതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. നന്നായിട്ട് മുടിക്ക് നല്ല കറുപ്പും നല്ല നീളവും വെക്കാനായിട്ട് നല്ലതാണത്. ഓക്കെ, എൻ്റെ പുതിയ 1-2 സാധനങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ കാച്ചുന്നതിനുള്ള തുളസി ഇല പറിക്കാം. അടുത്തതായി നമുക്ക് ചുമക്കൂർക്കയും പനിക്കൂർക്കയും പറിക്കാം. ഇത് പനിക്കൂർക്കയാണ്. അടുത്തതായി നമുക്ക് പേരയില പറിക്കാം. അടുത്തതായി നമുക്ക് ബ്രഹ്മിയില പറിക്കാം. എണ്ണ കാച്ചാൻ വേണ്ട അലോവേര പറിക്കാം. വെണ്ടക്കയും അലോവേരയും പേസ്റ്റാക്കി ഫ്രീസറിൽ വെച്ചിരുന്നതാണിത്. അടുത്തതായി നമുക്ക് കരിന്നുച്ചി പറിക്കാം. ഇനി നമുക്ക് ചെമ്പരത്തിയില പറിക്കാം.
മരുന്ന് ചെത്തിയുടെ ഇല പറിക്കും. അടുത്തതായി നമുക്ക് വേപ്പില പറിക്കാം. നമുക്ക് എണ്ണ കാച്ചാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആട്ടിയ വെളിച്ചെണ്ണ, കുരുമുളക്, ഉലുവ, അലോവേര പേസ്റ്റാക്കിയത്. അത് രണ്ടായി പിളർന്ന് സ്പൂണുകൊണ്ട് മൂർച്ച ഉള്ള സ്പൂണുകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്താൽ നല്ല പേസ്റ്റായി കിട്ടും. പിന്നെ വേണ്ടത് ചെമ്പരത്തിയില, തുളസിയില, പേരയില, പനിക്കൂർക്ക, ചുമക്കൂർക്കയും, പിന്നെ ബ്രഹ്മി, ഉള്ളി, കരിനൊച്ചി. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ, മരുന്ന് ചുത്തി, വേപ്പില. ഇത് വെണ്ടയും അലോവേരയും കൂടി പേസ്റ്റാക്കി വെച്ചതാണ്. അതും കൂടി നമുക്കിതിൽ ചേർക്കാം. ഇലകളെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ സത്തെടുക്കാം. കണ്ടോ, കഞ്ഞിവെള്ളത്തിൽ ഇലകളെല്ലാം കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തതാണ്. ഇത് ഉള്ളിയും ഉലുവയും ചേർത്ത് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് എടുത്ത പേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് അലോവേര ചേർക്കാം. ഇതിലേക്ക് കുരുമുളക് ചേർക്കുന്നത് നീർക്കെട്ട് അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. ബാക്കി നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി കീടൻ ആകും വരെ നന്നായി ഇളക്കി എടുക്കുക. നന്നായി തിളക്കുന്നുണ്ട്. വെള്ളം വറ്റി കീടൻ തെളിയും വരെ, കീടനായി എണ്ണ തെളിയുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ച് കീടൻ എടുക്കുക. നന്നായി തിളക്കുന്നുണ്ട്. ഉള്ളിയുടെയൊക്കെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് പൊട്ടിത്തുടങ്ങുമ്പോൾ അത് എണ്ണ കറക്റ്റായി പാകമായെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കീടൻ തെളിയാറായിട്ടില്ല, എന്നാലും
കുറച്ചും കൂടി കിടൻ ആവാനുണ്ട്. ഇതിപ്പോഴും ആ പേസ്റ്റ് രൂപത്തിൽ കിടക്കുകയാണ്. വെള്ളം വറ്റുന്നതനുസരിച്ച് ആവി വരലും കുറയും. ഈ പതഞ്ഞ് പൊങ്ങുന്നതല്ല, അതും നന്നായിട്ട് കുറയും, തെളിഞ്ഞു വരും. കീടൻ ഇങ്ങനെ കട്ട പോലെ കിടക്കും നന്നായിട്ട്. കുരുമുളക് പൊട്ടി തുടങ്ങിയിട്ടില്ല. ജലാംശം ഇതിലുണ്ടെങ്കിൽ എണ്ണ വേഗം കാറിച്ചു പോകും. കുറേ നാൾ നിൽക്കണമെങ്കിൽ ഇതിൽ ജലാംശം നന്നായി വറ്റിച്ച് എണ്ണ തെളിച്ച് തന്നെ എടുക്കണം. കണ്ടോ, പദം നന്നായി കുറഞ്ഞ് എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പദം നന്നായി കുറഞ്ഞിട്ടുണ്ട്. കുരുമുളക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, പൊട്ടുന്ന കേട്ടോ. കണ്ടോ, പത തീരെ ഇല്ല. കണ്ടോ, കുറച്ച് തിളക്കുന്നതിൻ്റെ പദം മാത്രമേ ഉള്ളൂ. കടുക് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, എണ്ണ തെളിഞ്ഞ് നന്നായി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പാത്രത്തിൽ അത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂട് കൂടുതൽ മൂത്തങ്ങ് പോവാതിരിക്കാൻ വേണ്ടി കണ്ടോ, ഞാൻ അടിച്ചതാണെങ്കിലും ആ ഉള്ളിയുടെ ഇതൊക്കെ മൊരിഞ്ഞ് ഭംഗിയായിട്ട് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മൂത്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ ഫാൻ്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ മൊത്തം എണ്ണ കാച്ചിൻ്റെ നല്ല മണമാണുള്ളത്. പരിസരം മൊത്തം അതിൻ്റെ മണവും നിൽക്കുന്നുണ്ട്. കണ്ടോ, ചൂട് കുറയുന്നതനുസരിച്ച് എണ്ണ നന്നായി തെളിഞ്ഞ് ക്ലീനായി നിൽക്കുന്നത് കണ്ടോ.